ധനുഷിന്റെ 'ഇഡ്ലി കട' ഈസ് എ സ്വീറ്റ് സിമ്പിൾ ഫാമിലി എന്റർടൈനർ. ഒരു 100% ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എനിക്കൊരു പടം ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ മറ്റേ ലീവാണ്, പൂജ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റീവ് റിലീസ് എന്നുള്ള രീതിയിൽ ഫാമിലി ഓഡിയൻസിന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ നോർമലായി വളരെ സിമ്പിളായിട്ടൊരു സ്റ്റോറി ലൈൻ. ധനുഷ് തന്നെയാണ് ഈ സിനിമയുടെ ഡയറക്ടറും. ആളുടെ ചെറുപ്പത്തിലെ ആൾ കണ്ടിട്ടുള്ള ആളുടെ നാട്ടിലെ ഒരു ഇഡ്ലി കടയും അതിൽ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ലൈഫൊക്കെയാണ് സിനിമയിൽ കാണിച്ചു തരുന്നത്. അത് വെറുതെ ബയോപിക് പോലെ കാണിച്ചു തരാതെ അതിന് സിനിമാറ്റിക് ആയിട്ട് സിനിമയുടെ കുറച്ച് ഫിക്ഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സിനിമാറ്റിക് അപ്രോച്ചിലാണ് സിനിമ പോവുക. പക്ഷെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് സിനിമയിൽ തുടക്കം. ഫസ്റ്റ് സീൻ കണ്ടാൽ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവരുടെ അവസാനത്തെ ഷോട്ടിൽ എന്തായിരിക്കും അവരെ വെച്ച് കാണിക്കുക എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും നമ്മളിങ്ങനെ കണ്ടിരിക്കും. പക്ഷേ ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ഒട്ടുമിക്ക ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കുള്ള ഒന്നാണ് ഈ ഒരു സെക്കൻഡ് ഹാഫ് കേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി. അത് ഈ പടത്തിനുള്ളത് പോലെ എനിക്ക് തോന്നി. കാരണം സെക്കൻഡ് ഹാഫ് എങ്ങനെ കൊണ്ട് നിർത്തണം, എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നറിയാതെ 2.5 മണിക്കൂർ എങ്ങനെ തികപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ സാധനങ്ങൾ സിനിമയിൽ ഇൻക്ലൂഡ് ആയതുപോലെ തോന്നി. പക്ഷേ ആക്ച്വലി കോൺഫ്ലിക്റ്റുകൾ കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്ന ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിന് ഒരു 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 ഫ്ലോ ഉണ്ടായിരുന്നു. ഒരു രസമുണ്ടായിരുന്നു. ഒരു ഒരു ധനുഷ് പടം കാണുന്ന ഒരു ഫീൽ നമ്മളൊരു ആ ഒരു ഇമോഷൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഇമോഷൻസ് ഒക്കെ ഒന്ന് ഡ്രോപ്പ് ഡൗൺ ആവുന്നുണ്ട്. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാതെ അവർക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ സത്യരാജിൻ്റെയും അങ്ങനത്തെ ഈ ഇപ്പോൾ മറ്റേ ശാലിനി അവരുടെയൊക്കെ ആ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ സിനിമയിലോടൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഓവറോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പടം. ഒരു ഒരു വൺ ടൈം വാച്ചബിൾ എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. സത്യരാജ് ഉൾപ്പെടെ ഞാൻ ഈ പറഞ്ഞ ആഹ്, പാർത്ഥിപൻ അങ്ങനത്തെ ഒരുപാട് വലിയ കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട്. അരുൺ വിജയ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോൾസ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. അതിനുള്ള സ്ഥലവും സ്പേസ് സിനിമയിലുള്ളൂ. ഉള്ളതൊക്കെ പക്ഷെ അവർ നീറ്റ് ആൻഡ് ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിത്യ മേനോനും ധനുഷും തമ്മിലുള്ള ഒരു കോംബോ അത് മറ്റേ തിരിച്ചിട്രമ്പലത്തിലൊക്കെ വർക്കായ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായത് പോലെ എനിക്ക് തോന്നിയില്ല. കാരണം ഇതിലാണ് ശരിക്കും ആക്ച്വലി വർക്ക് ആവേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ കിട്ടിയ ആ ഒരു മാജിക്കൽ കോംബോ എഫക്റ്റ് ഒന്നും ഇതിൽ കിട്ടിയില്ല. വെറുതെ ഉണ്ട്, ഓക്കെ, നമ്മളിങ്ങനെ കണ്ടിരിക്കും. പക്ഷേ ഈ സിനിമയിൽ കുറച്ച് ഈ ഒരു കടയുടെയും ആ ഒരു ഒരു നാടിൻ്റെ ഒക്കെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ സിനിമ കുറേ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ കുറേ അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന കുറേ സാധനങ്ങൾ സിനിമയിലുണ്ട്. ഇപ്പോൾ വീട് വിട്ടും നാട് വിട്ടുമൊക്കെ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നവർക്ക് ഈ സിനിമ കണ്ട ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. ഒരു പക്ഷേ നാട്ടിൽ നിന്ന് വന്ന് തിരിച്ചു പോയ പോലെ നമുക്കൊന്ന് ഫീൽ ആവും. ആ രീതിക്ക് കുറേ സാധനങ്ങൾ സിനിമയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ മൊത്തത്തിലൊന്ന് കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിക്കാനുള്ളത് കൊണ്ട് ഈ ഇമോഷൻസ് ഒക്കെ സിനിമയിൽ പിന്നെ അങ്ങോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതും കൂടി പ്രോപ്പറായിട്ട് അവർക്ക് ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള വളരെ നല്ലൊരു സിനിമ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. ഇത് അധികം മോശമൊന്നും അല്ല. ഒരു വട്ടം ഫാമിലി ആയിട്ട് പോയി കാണാം. നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് ഈ സിനിമ പോകുന്നതെങ്കിൽ ചിലപ്പോൾ ബോറടിക്കും. നമ്മൾ ചിലപ്പോൾ ഊക്കും, കുറേ ക്രിഞ്ചാണെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് OTT പ്രിഫർ ചെയ്യാം. ഇത് ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന അത്ര വലിയ സംഭവങ്ങളൊന്നും സിനിമയിലില്ല. പക്ഷേ തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ആയിട്ട് വളരെ വളരെ ഡീസൻ്റ് ആയിട്ടൊരു പടം എല്ലാവരെയും കൂടി കൂട്ടി പോയി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള രീതിയിലുള്ളൊരു പടമാണ്. സോ എന്നെ സംബന്ധിച്ച് ഒരു പക്കാ ഫാമിലി എൻ്റർടൈനറാണ്. തമിഴ്നാട്ടിലൊക്കെ ഇത് നന്നായിട്ട് വർക്കാവും. അവർ ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് റിലീസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇത് പ്രോപ്പർ ഇക്വേഷനാണ്. കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് എല്ലാ സാധനങ്ങളും നീറ്റായിട്ട് ചെയ്തിട്ടുള്ളത്. ധനുഷിൻ്റെ ഒരു ഡാൻസ് ഉണ്ട്, ധനുഷിൻ്റെ പാട്ടുണ്ട്, ഒരു നാടിൻ്റെ എല്ലാം ഉണ്ട്. ദെൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. അധികം മോശമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. സോ ഇങ്ങനെ ഒരു ഒരു വൺ ടൈം വാച്ചബിൾ എന്റർടൈനർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വേറെ ലെവൽ പടം എന്നൊന്ന രീതിയിൽ പ്രതീക്ഷിച്ച് പോകരുത്. പക്ക ഒരു ഫാമിലി പടം കാണാൻ എന്നുള്ള രീതിയിൽ പോയാൽ ഒരു വട്ടം വലിയ ബോറടി ഇല്ലാതെ കണ്ടു തീർക്കാൻ പറ്റുന്നൊരു പടമാണ്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.